ബിഗ് ബോസ് സീസൺ 6 മലയാളം കഴിഞ്ഞു. എല്ലാം വൈൻഡപ്പ് ചെയ്തു. നാളെ ഫിനാലെയാണ്. അതിനു മുന്നേ ജാസ്മിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിംഗ് ഇവിടെ വായിക്കാം. ഇക്കഴിഞ്ഞ നൂറിനടുത്ത ദിവസങ്ങൾ കേരളത്തിലെ സദാചാര പൊതുബോധ ടീമുകളാൽ വേട്ടയാടപ്പെടാൻ ഈ 23 വയസ്സുകാരി പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ അത് അവളുടെ വിജയം തന്നെയാണ്. ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടിയെ വിമർശിക്കാൻ കാരണങ്ങൾ ചിക്കിച്ചികഞ്ഞ് നാളെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്ന് മാത്രം ആലോചിച്ച് ഓരോ രാത്രിയും കിടന്നുറങ്ങിയ സകല പൊതുബോധ ടീമുകൾക്കും PR ടീമുകൾക്കും തലകുത്തി നിന്ന് കഷ്ടപ്പെട്ടിട്ടും അവസാന 5 പേരിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പെൺകുട്ടിയായി അവൾ എത്തി നിൽക്കുന്നു. എങ്കിൽ അത് അവളുടെ വിജയം തന്നെയാണ്. ജാസ്മിൻ ദിവസവും കുളിക്കാത്തതായിരുന്നു ഇവരുടെ പ്രശ്നം? അല്ല. ജാസ്മിൻ ചെരുപ്പിടാത്തതായിരുന്നു ഇവരുടെ പ്രശ്നം? അല്ല. ജാസ്മിൻ അടുക്കളയിൽ നിന്ന് തുമ്മിയതാണോ ഇവരുടെ പ്രശ്നം? ഒരിക്കലുമല്ല. ഇവരുടെയൊക്കെ പ്രശ്നം അവളുടെ നിലപാട് തന്നെയായിരുന്നു. അവളൊരു പെൺകുട്ടിയാണ് എന്നത് തന്നെയായിരുന്നു. തനിക്ക് തോന്നുന്നത് എന്തും ഇത്രയും ജനങ്ങൾ കാണുന്നുണ്ട് എന്നുറപ്പായിട്ടും അതിനെ മറച്ചു വയ്ക്കാതെ ഫേക്കായി നിൽക്കാതെ പ്രകടമായി എന്നത് തന്നെയായിരുന്നു. പുറത്തിറങ്ങി കഴിയുമ്പോഴും ഈ സദാചാര പൊതുബോധ ടീമുകൾ നിങ്ങളുടെ ബുള്ളിങ് തുടരും എന്നുറപ്പാണ്. അന്നും ഉണ്ടാകും ജാസ്മിനൊപ്പം തന്നെ. ഷീ ഈസ് ദ റിയൽ ഗെയിമർ. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലേഡി കണ്ടസ്റ്റൻറ്റ്. BB6 റിമൈൻ ഇൻ ദ മെമ്മറീസ് ഒൺലി ബിക്കോസ് ഓഫ് ദിസ് 23-year-old ഗേൾ ജാസ്മിൻ ജാഫർ. യെസ്, ബിക്കോസ് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. ജാസ്മിനെ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ബിക്കോസ് ഓഫ് ഹെർ ആറ്റിറ്റ്യൂഡ്. അത് ഗബ്രിയുടെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു നെഗറ്റീവാണ് എന്ന് പറയാൻ കാരണം ഇത് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാലും ഞാൻ ജാസ്മിനെ കുറേ നാളുകളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ത്രൂ സോഷ്യൽ മീഡിയ. ജാസ്മിൻ ഓരോ പ്രശ്നങ്ങളും എങ്ങനെയാണ് ഫേസ് ചെയ്തതെന്ന് ഞാൻ ഇതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് എത്തെല്ലാം ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് വെച്ചാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അല്ലെ സോഷ്യൽ മീഡിയ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളും ചേർന്ന് വിമർശിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജാസ്മിൻ മുന്നേ ഉണ്ടായിരുന്ന ഓരോ റിലേഷൻഷിപ്പിനെയും ജാസ്മിനാണോ ഇട്ടിട്ട് പോയത് എന്ന് അറിഞ്ഞിട്ട് പറയണം. അല്ലാതെ ഈ 23 വയസ്സുള്ള ആ കുട്ടി, 21 വയസ്സുള്ള കുഞ്ഞുകുട്ടി വാവ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ വയസ്സിൻ്റെ ആ കുട്ടി എന്തുമാത്രം പാപം ചെയ്യാനാണ്? ഈ പറയുന്ന എല്ലാവർക്കും അതിലും കൂടുതൽ പ്രായമുണ്ടായിരിക്കും. കാരണം ഒരു പെണ്ണാണ്, പെണ്ണുറക്കം സംസാരിക്കരുത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നാട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ കൾച്ചർ മാറി. പക്ഷേ കേരളത്തിലുള്ള മനുഷ്യരുടെ മെൻറ്റാലിറ്റി മാറിയിട്ടേ ഇല്ല, മാറത്തുമില്ല. എനിവേ, നാളെ ഒരു ദിവസം കൂടെ നോക്കാം. ഞാൻ ഇനിയും വിഷ് ചെയ്യുന്നു ജാസ്മിൻ ജയിക്കട്ടെ. ജാസ്മിൻ ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ജാസ്മിൻ എല്ലാത്തിനെയും നേരിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാക്കി എന്താ പറയണ്ടേ, നമുക്ക് നോക്കാം.